ഹേ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഒരു ഫുഡ് വ്ളോഗ് തന്നെയാണ് കേട്ടോ. ഇതൊരു കാഫെയാണ്, സോട്സ് കഫേ എന്നാണ് ഈ കാഫേയുടെ പേര്. ബേലാപ്പൂർ CBD-യിലുള്ളതാണ് കേട്ടോ, നവി മുംബൈ. ആക്ച്വലി ഒരു നല്ല സൂപ്പ് കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, അങ്ങനെ ഇവിടെ കയറിയതാണ്. ആൻഡ് ഞങ്ങളൊരു ലങ്ഫുങ് സൂപ്പാണ് ഓർഡർ ചെയ്തത്. ഇവിടെ അല്ലാണ്ട് വേറെ സാധനങ്ങളൊക്കെ അവൈലബിൾ ആട്ടോ, സാൻഡ്വിച്ചസ്, ഷവർമ. ഈ ഷവർമയൊക്കെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഷവർമ അത്രയൊന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ. ആൻഡ് പിന്നെ ഈ പിസ്സ, പിന്നെ അങ്ങനെ ഇന്ത്യൻ ഡിഷസൊക്കെ കുറേ കിട്ടും. എപ്പോഴും വാങ്ങിക്കുന്ന ടൈപ്പ് സൂപ്പ് വാങ്ങണ്ടെന്ന് തന്നെയായിരുന്നു വിചാരിച്ചിരുന്നത്. അങ്ങനെയാണ് ഈ ലങ്ഫും സൂപ്പ് നമ്മൾ കണ്ടത്. അങ്ങനെ ഇത് അവരുടെ ചോദിച്ചത് എന്താ സംഭവം. അപ്പോൾ ഈ ചിക്കൻ സൂപ്പിൻ്റെ മണ്ടയിൽ ഈ എഗ് വൈറ്റ് ഇങ്ങനെ ഫോമാക്കി ക്ലൗഡ് പോലെ വെച്ച് തരുന്നതിനാണ് ഈ ഒരു സൂപ്പിൻ്റെ മെയിൻ പാർട്ട്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, കാരണം ഒന്നാമത് ഈ എഗ് വൈറ്റ് ഇങ്ങനെ വെച്ച് തരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ ചെവ വല്ലതും കാണുന്നു ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ആക്ച്വലി കുറച്ച് ഉപ്പ് കുറവായിരുന്നു ആ എഗ് വൈറ്റിന്. പിന്നെ ഞങ്ങൾ പറഞ്ഞത് വെജ് ഹക്ക നൂഡിൽസും ഹണി ചിക്കൻ ഗ്രേവിയാണ്. ഞങ്ങൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഈ ഹണി ചിക്കൻ പലയിടത്തും ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ പുതിയ കഫേ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയാൽ ഹണി ചിക്കൻ അല്ലെങ്കിൽ ഹണി പൊട്ടറ്റോ ഇതൊക്കെ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നപ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, ടിബറ്റൻ മദേഴ്സ് കിച്ചൺ, കോരമംഗലയിലായിരുന്നു കേട്ടോ. അവിടുത്തെ ക്രിസ്പി ഹണി ചിക്കൻ ഈസ് റിയലി ഗുഡ്. ആ ഒരു ടേസ്റ്റ് അന്വേഷിച്ച് പലയിടത്തുനിന്നും നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. ബട്ട് ആ ഒരു ടേസ്റ്റ് ഇതുവരെയായിട്ട് എവിടെയും കിട്ടിയിട്ടില്ല. ബട്ട് ഇവിടത്തെയും കൊള്ളാം, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ലൈക്ക് ടേസ്റ്റ് വൈസ് ആയാലും ക്വാണ്ടിറ്റി വൈസ് ആയാലും പ്രൈസിന് വർത്ത് ഇറ്റായിരുന്നു, അത്യാവശ്യം നല്ലതായിരുന്നു. മെയിൻലി ഇവിടുത്തെ സർവീസും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം ഇപ്പോൾ വെയിറ്റിനെ വിളിക്കണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് വെള്ളം വേണമെങ്കിൽ അല്ലെങ്കിൽ ബില്ല് വേണമെങ്കിൽ ഇതിനകത്തുള്ള ബട്ടൺസ് പ്രസ് ചെയ്താൽ മതി, അപ്പോഴത്തേക്കും ആളിവിടെ എത്തും കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.